ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ ബിസിനസ് റെഗുലേഷൻസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 5 മാർക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നത്. ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അപ്പം നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മിസ്റ്റേക്സ്. നമുക്ക് മിസ്റ്റേക്ക് അറിയാം അല്ലേ? അപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മിസ്റ്റേക്ക് ഉണ്ട്. മെയിനായിട്ട് 2 കൈൻഡ് ഓഫ് മിസ്റ്റേക്ക് ആണ് വരുന്നത്. ഏതൊക്കെയാണ്? മിസ്റ്റേക്ക് ഓഫ് ലോ ഉണ്ട്, മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? മിസ്റ്റേക്ക് ഓഫ് ലോ ഉണ്ട്, മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ഉണ്ട്. മിസ്റ്റേക്ക് ഓഫ് ലോയിൽ തന്നെ വീണ്ടും 2 ടൈപ്പ് അല്ലെങ്കിൽ 2 ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട് മിസ്റ്റേക്കിന്. ഏതൊക്കെയാണ്? മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോയും ഉണ്ട്, അതുപോലെ തന്നെ മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോയും ഉണ്ട്. ഏതൊക്കെയാണ്? മിസ്റ്റേക്ക് ഓഫ് ലോയിൽ തന്നെ മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോയും വരുന്നുണ്ട്, മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോയും വരുന്നുണ്ട്. ഇനി മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ എവിടുത്തെ സിറ്റിസൺ ആണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള നമ്മൾ എവിടെയാണോ നിൽക്കുന്ന ആ ഒരു ലാൻഡ് അവിടെയുള്ള ലോ നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. അവിടുത്തെ ലോ നമുക്ക് അറിയില്ല അല്ലെങ്കിൽ അത് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് എന്തല്ല? ഒരു എക്സ്ക്യൂസ് അല്ല എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഓൾറെഡി ഒരു ഫ്രെയിം ഉണ്ട് അല്ലെങ്കിൽ ഫ്രേസ് ഉണ്ട്. എങ്ങനെയാണ്? ഇഗ്നോഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസറ്റ്. അതായത് ഇഗ്നോറൻസ് ഓഫ് ലോ ഇസ് നോട്ട് എ എക്സ്ക്യൂസ്. നമുക്ക് ലോ അറിയില്ല അല്ലെങ്കിൽ ഇവിടുത്തെ ലോ നമുക്ക് അറിയില്ല അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് എന്തല്ല? ഒരു എക്സ്ക്യൂസ് അല്ല. അപ്പം നമ്മൾ എവിടെയുള്ള ഏത് ലാൻഡിലാണോ നിൽക്കുന്നത് ആ ലാൻഡിലെ ലോ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതെന്താണ്? മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോയാണ്. അതുപോലെ നെക്സ്റ്റ് പറയുന്നത് മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ. ഫോറിൻ ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇന്ത്യയിലത്തെ ലോ എന്ത് ചെയ്യരുത്? ഇഗ്നോർ ചെയ്യരുത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഫോറിൻ ലോ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇന്ത്യൻ ലോ അറിഞ്ഞിരിക്കേണ്ട പോലെ ചിലപ്പോൾ ഫോറിൻ ലോ അറിയണമെന്നില്ല. ചിലപ്പോൾ ഇന്ത്യയിലത്തെ ലോത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാമായിരിക്കും, പക്ഷെ പല ഫോറിൻ കൺട്രീസ് ഉണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ലോസ് ഒക്കെ നമുക്ക് അറിയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ അതിനെ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ആയിട്ട് എടുക്കാം. ഈ ഒരു ഫോറിൻ ലോ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ അതാണ് മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ. അപ്പോൾ മിസ്റ്റേക്ക് ഓഫ് ലോനെ വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ഏതൊക്കെയാണ്? മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോയും മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോയും. ഇനി നെക്സ്റ്റ് ഏതാ? മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ആണുള്ളത് അല്ലേ? മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിലും 2 ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഒന്ന് ബൈലാട്രൽ മിസ്റ്റേക്ക്, ഒന്ന് യൂണിലാട്രൽ മിസ്റ്റേക്ക്. എന്തൊക്കെയാണ്? ബൈലാട്രൽ മിസ്റ്റേക്കും യൂണിലാട്രൽ മിസ്റ്റേക്കും. സിമ്പിളാണ്. ബൈലാട്രൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ എഗ്രിമെൻറ്റിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് 2 പാർട്ടീസും വരുത്താണെന്ന് വിചാരിക്കുക. നമ്മുടെ കോൺട്രാക്റ്റിലുള്ള 2 പാർട്ടീസും മിസ്റ്റേക്ക് വരുത്തുകയാണെങ്കിൽ അതിന് നമ്മൾ ബൈലാട്രൽ മിസ്റ്റേക്ക് എന്ന് വിളിക്കും. നമ്മുടെ കോൺട്രാക്റ്റിൽ എന്ത് ചെയ്യാണ്? 2 പാർട്ടീസും ഒരുമിച്ച് മ്യൂച്വലായിട്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്തുമ്പോൾ അതിനെ നമ്മൾ ബൈലാട്രൽ മിസ്റ്റേക്ക് എന്നും, ഒരൊറ്റ പാർട്ടിയാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു മിസ്റ്റേക്ക് കോൺട്രാക്റ്റിൽ വരുത്തുന്നതെങ്കിൽ അത് യൂണിലാട്രൽ മിസ്റ്റേക്ക് ആണ്. അപ്പോൾ 2 പാർട്ടീസും മിസ്റ്റേക്ക് വരുത്തുകയാണെങ്കിൽ അത് ബൈലാട്രൽ മിസ്റ്റേക്കും, ഒരൊറ്റ പാർട്ടിയാണ് മിസ്റ്റേക്ക് വരുത്തുന്നതെങ്കിൽ അത് യൂണിലാട്രൽ മിസ്റ്റേക്ക് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മിസ്റ്റേക്ക് ചോദിച്ചാൽ മെയിനായിട്ട് 2 മിസ്റ്റേക്കാണുള്ളത്. മിസ്റ്റേക്ക് ഓഫ് ലോയും മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റും. മിസ്റ്റേക്ക് ഓഫ് ലോയിൽ വരുന്നതാണ് മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോയും മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോയും. മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിൽ വരുന്നതാണ് ബൈലാട്രൽ മിസ്റ്റേക്കും യൂണിലാട്രൽ മിസ്റ്റേക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഓഫേഴ്സ്. അതായത് നമുക്കറിയാം പല രീതിയിൽ നമുക്ക് ഓഫർ ചെയ്യാം അല്ലേ? അപ്പോൾ ആ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഓഫേഴ്സ് ഏതൊക്കെയാണ് വരണേ? എക്സ്പ്രസ് ഓഫർ ഉണ്ട്, ഇംപ്ലൈഡ് ഓഫർ ഉണ്ട്, സ്പെസിഫിക് ഓഫർ ഉണ്ട്, ജനറൽ ഓഫർ ഉണ്ട്, സ്റ്റാൻഡിങ് ഓഫർ ഉണ്ട്, ക്രോസ് ഓഫർ ഉണ്ട്. ഇത്രയും ഓഫേഴ്സാണ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഓഫേഴ്സ് വരുന്നത്. അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ എക്സ്പ്രസ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? വേർഡ്സ് സ്പോക്കൺ അല്ലെങ്കിൽ റിട്ടൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ ഒരു ഓഫറെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവും. ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്പോക്കൺ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ റിട്ടൺ ആയിരിക്കാം. അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ഓഫറാണ് എക്സ്പ്രസ് ഓഫർ. പിന്നെ നെക്സ്റ്റ് ഇംപ്ലൈഡ് ഓഫറാണ്. ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? വേർഡ്സിൽ പറയാതെ വരുന്ന ഓഫറുകളെയാണ് നമ്മൾ ഇംപ്ലൈഡ്, അതായത് സ്പോക്കൺ അല്ലാത്ത
നമ്മുടെ ഓഫേഴ്സാണ് ഇംപ്ലൈഡ് ഓഫർ. പിന്നെ വരുന്നത് സ്പെസിഫിക് ഓഫറാണ്. സ്പെസിഫിക് ഓഫർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഡെഫിനറ്റ് പേഴ്സൺ, ഒരൊറ്റ പേഴ്സൺ അല്ലെങ്കിൽ ഒരൊറ്റ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനോട് മാത്രം നടത്തുന്ന ഓഫറാണ്. അത് അവർക്ക് മാത്രമേ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെയുള്ള ഓഫേഴ്സാണ് സ്പെസിഫിക് ഓഫർ. പിന്നെ വരുന്നത് ജനറൽ ഓഫറാണ്. ഈ ഒരു ഓഫർ നമ്മൾ പബ്ലിക്കിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വേൾഡിലേക്കാണ് കൊടുക്കുന്നത്. ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഓപ്പൺ അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് ഓഫർ. ഈ ഒരു ഓഫർ എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. എന്തെങ്കിലും സർട്ടൻ ഗുഡ്സോ അല്ലെങ്കിൽ സർവീസസിൻ്റെയോ ഒക്കെ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓഫറാണ് സ്റ്റാൻഡിങ് ഓർ ഓപ്പണിംഗ് ഓർ കണ്ടിന്യൂയിങ് ഓഫർ എന്ന് പറയുന്നത് കേട്ടോ. ലാസ്റ്റ് ക്രോസ് ഓഫർ. ക്രോസ് ഓഫർ എന്ന് പറയുമ്പോൾ ഐഡൻറ്റിറ്റിക്കൽ ഓഫേഴ്സ് ആയിരിക്കും. അതായത് പാർട്ടീസ് എന്താണ്, ഈച്ച് അതർ ഇഗ്നോർ ചെയ്തിട്ട് സെയിം ഓഫർ തന്നെ ഐഡൻറ്റിറ്റിക്കലായിട്ട് ഒന്നിൽ കൂടുതൽ ഓഫർ വരുന്ന ആ ഒരു ഓഫറിനെയാണ് എന്തെന്ന് പറയുന്നത്, ക്രോസ് ഓഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ടൈപ്സ് അല്ലെങ്കിൽ ഇത്രയും കൈൻഡ് ഓഫ് ഓഫേഴ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്, എക്സ്പ്രസ് ഉണ്ട്, ഇംപ്ലൈഡ് ഉണ്ട്, സ്പെസിഫിക് ഉണ്ട്, ജനറൽ ഉണ്ട്, സ്റ്റാൻഡിങ് ഉണ്ട്, ക്രോസ് ഓഫർ ഉണ്ട്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ആണ്, വെൻ ഡസ് ആൻ ഓഫർ കംസ് ടു ആൻ എൻഡ്. നമ്മൾ എന്ത് ചെയ്തു, ഒരു ഓഫറൊക്കെ വെച്ചു, അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാണ്, ആ ഒരു ഓഫർ എൻഡ് ആവാണ്. അത് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് അങ്ങനെ ഓഫർ എന്താവുക, ഇല്ലാതാവുക അല്ലെങ്കിൽ ഓഫർ നമ്മൾ നിർത്തലാക്കുക, നിർത്തിവെക്കുക എന്നൊക്കെ പറയും. അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷൻസ് ആണ് വരുന്നത്? ഫസ്റ്റ്, ബൈ കമ്മ്യൂണിക്കേഷൻ ഓഫ് നോട്ടീസ് ഓഫ് റിവോക്കേഷൻ. എന്ത് ചെയ്യാണ്, ഓഫർ ചെയ്ത വ്യക്തി ആ ഒരു ഓഫർ തിരിച്ചെടുക്കുകയാണ്. ആ ഒരു നോട്ടീസിൻ്റെ കമ്മ്യൂണിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഓഫർ എന്താവും, എൻഡിലേക്ക് വരും അല്ലേ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബൈ കമ്മ്യൂണിക്കേഷൻ ഓഫ് നോട്ടീസ് ഓഫ് റിവോക്കേഷൻ ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റ് മാറ്റർ ഉണ്ടല്ലോ, നമ്മുടെ ഒരു ഓഫറിൽ എന്തുണ്ടായിരിക്കും, ഒരു സബ്ജക്റ്റ് മാറ്റർ ഉണ്ടായിരിക്കും. ആ സബ്ജക്റ്റ് മാറ്ററിൻ്റെ എന്താണ്, ഇല്ലീഗലിറ്റി കാരണം കൊണ്ട് അത് ഡിസ്ട്രക്ഷൻ വന്ന് പോവുക. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ സബ്ജക്റ്റ് മാറ്റർ ഇല്ലല്ലോ, അപ്പോൾ അവിടെ ഓഫർ നടത്തിയിട്ട് കാര്യമുണ്ടോ, ഇല്ല. അപ്പോൾ ഓഫർ എന്ത് ചെയ്യും, എൻഡിലേക്ക് വരും. പിന്നെ ലാപ്സ് ഓഫ് ടൈം. നമുക്കറിയാം ഒരു കോൺട്രാക്റ്റിന് എപ്പോഴും ഒരു സ്പെസിഫിക് ടൈം പീരീഡ് ഉണ്ടായിരിക്കും. ആ ഒരു സ്പെസിഫിക് ടൈം പീരീഡിനുള്ളിൽ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓഫർ എന്തായി പോവും, എൻഡായി പോവും. അതുപോലെ തന്നെ എന്താണ്, നമ്മളൊരു ഓഫർ വയ്ക്കുമ്പോൾ ചിലപ്പോൾ അതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. ആ കണ്ടീഷൻസ് ഓഫർ എന്ത് ചെയ്യാണ്, അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഫെയിലായി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫർ എന്താവും, എൻഡാവും അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഓഫർ ചെയ്ത വ്യക്തി, ആ ഒരു ഓഫർ ചെയ്ത വ്യക്തിനെ നമ്മൾ എന്താ പറയുക, ഓഫറർ എന്നാണ് പറയുക. ആ ഒരു ഓഫറർ എന്തായി പോവാണ്, ഡെത്തായി പോവാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഓഫർ എൻഡിൽ വരും. അതുപോലെ തന്നെ എപ്പോഴാണ്, ഒരു പ്രിസ്ക്രൈബ്ഡ് മോഡ് ഉണ്ടാവും. അതായത് ആക്സെപ്റ്റൻസ്, നമ്മളൊരു ഓഫർ കൊടുക്കുമ്പോൾ ആക്സെപ്റ്റൻസ് ഇങ്ങനെ രീതിയിലായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പ്രിസ്ക്രൈബ്ഡ് മോഡിലല്ല ആക്സെപ്റ്റൻസ് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫർ എന്തായി പോവാം, ലാപ്സ് ആയിട്ട് പോവാം. അതുപോലെ തന്നെ ഒരു ഓഫർ കൗണ്ടർ ഓഫർ, നമ്മൾ നേരത്തെ ടൈപ്സ് കൈൻഡ്സ് പറഞ്ഞപ്പോൾ കൗണ്ടർ ഓഫറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ. രണ്ട് ഓഫർ വരികയാണ്, രണ്ട് ഐഡൻറ്റിറ്റിക്കൽ ഓഫർ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായി പോവാം, ഒരു ഓഫർ ലാപ്സ് ആയി പോവാം അല്ലെങ്കിൽ എൻഡായി പോവാം. അപ്പോൾ ഇത്രയും സിറ്റുവേഷൻസിലാണ് ഒരു ഓഫർ എന്താവുന്നത്, കംസ് ടു ആൻ എൻഡ്. ഓഫർ കംസ് ടു ആൻ എൻഡ് അല്ലെങ്കിൽ ഓഫറൊക്കെ ലാപ്സ് ആയി പോവാന്നൊക്കെ പറയും. ഓക്കെ അല്ലേ, സിറ്റുവേഷൻസ് ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഡിഫറൻസ് ആണ്. വേജറിങ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ വേജറിങ് എഗ്രിമെൻറ്റും കണ്ടീജൻറ്റ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ കണ്ടീജൻറ്റ് എഗ്രിമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വേജറിങ്ങിൽ വരുമ്പോൾ എങ്ങനെയാണ്, വേജറിങ് എന്ന് പറയുന്നത് ആബ്സല്യൂട്ട്ലി വോയിഡ് ആണ്. കോർട്ടിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. വേജറിങ് എന്ന് പറയുന്നത് ആബ്സല്യൂട്ട്ലി വോയിഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, കോർട്ടിൽ നമുക്ക് എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ കണ്ടീജൻ്റ് അങ്ങനെയാണോ, അല്ല. കണ്ടീജൻ്റ് പെർഫെക്റ്റ്ലി വാലിഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കോർട്ടിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും, എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വേജറിങ്ങിൽ രണ്ട് പാർട്ടീസും ഇൻട്രസ്റ്റഡ് അല്ല. ആ ഒരു ഇവൻറ്റ് അവർക്ക് അവിടെ സംഭവിച്ചാലും കുഴപ്പമില്ല, സംഭവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മുടെ കോൺട്രാക്റ്റിലുള്ള രണ്ട് പാർട്ടീസും എന്തല്ല, ബോധേഡ് അല്ല, അല്ലെങ്കിൽ അവർക്ക് അതിനോട് എന്തില്ല, ഇൻട്രസ്റ്റ് ഇല്ല. അവർക്ക് വേണ്ടത് എന്ത് മാത്രമാണ്, മണിയാണ്. അവർ ഇൻട്രസ്റ്റ് വെക്കുന്നത് എന്തിൽ മാത്രമാണ്, ജയിക്കോ തോക്കോ അവർക്ക് പൈസ കിട്ടുമോ, മണി കിട്ടുമോ, ഈ ഒരൊറ്റ കാര്യം മാത്രമാണ് അവർ ഇൻട്രസ്റ്റഡ് ആവുന്നത്. അല്ലാണ്ട് ആ ഒരു കാര്യം അവിടെ സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും അവർക്ക് എന്ത് തന്നെയില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കണ്ടീജൻറ്റ്
കോൺട്രാക്റ്റിൽ അങ്ങനെയാണോ? അല്ല, അവർ ഇൻട്രസ്റ്റഡ് ആണ്. ആ ഒരു ഇവൻ്റ് നടക്കോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ അവർ ഇൻട്രസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ വേജറിങ്ങിൽ ആ ഒരു അൺസർട്ടൈൻ ആയിട്ടുള്ള ഇവൻ്റ് മാത്രമാണ് ഡിറ്റർമൈനിങ് ഫാക്ടറായിട്ട് വരുന്നത്. കണ്ടീഷനിൽ ഫ്യൂച്ചർ അൺസർട്ടൈൻ ഇവൻ്റ് എന്താണ്? കോലാറ്ററൽ ആണ്, അല്ലെങ്കിൽ ഇൻസിഡൻ്റൽ ആയിരിക്കും. അതുപോലെ തന്നെ വേജറിങ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ പ്രോമിസസ് ആണ്. വേജറിങ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ പ്രോമിസസ് ആണ്. കണ്ടീജൻ്റ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ പ്രോമിസസ് ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ. മേ നോട്ട് ബി റെസിപ്രോക്കൽ പ്രോമിസസ് ആണ്. അതുപോലെ തന്നെ വേജറിങ് എഗ്രിമെൻറ്റ്സിൻ്റെ എസെൻഷ്യൽ ആണ് എന്തെന്ന് പറയുന്നത്? കണ്ടീജൻ്റ് നേച്ചർ എന്ന് പറയുന്നത്. വേജറിങ് എഗ്രിമെൻറ്റിൽ എന്തുണ്ടായിരിക്കണം? കണ്ടീജൻ്റ് നേച്ചർ ഉണ്ടായിരിക്കണം. പക്ഷേ കണ്ടീജൻ്റ് കോൺട്രാക്റ്റിൽ എന്തിൻ്റെ ആവശ്യമില്ല? ഈ ഒരു വേജറിങ് നേച്ചറിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഡിഫറൻസസ് ആണ് എന്ത് തമ്മിലുള്ളത്? വേജറിങ്ങും അതുപോലെ തന്നെ കണ്ടീജൻറ്റും തമ്മിലുള്ളത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞത് ഓക്കെ ആയി, ക്ലിയർ ആയി. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് കിട്ടണമെന്നുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ നോട്ട്സൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിലും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തേക്കാം കേട്ടോ. ബാക്കി ഇമ്പോർട്ടൻ്റ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് ഇതിൽ നോക്കാം.